ഖബറുകളിൽ സ്ഥാപിച്ച സിഹറിനെ ബാത്തിലാക്കാൻ കഴിയും. ശക്തമായിട്ടുള്ള സിഹറാണ് ഇത്തരം സിഹറെങ്കിൽ ഇത് ഇബ്താലാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. രക്തങ്ങളിൽ ചെയ്തു വെക്കുന്ന സിഹർ അത് വലിയ ശക്തമാണ്. ഇത് മൂർച്ചയേറിയ സിഹറാണ്. ഈ സിഹറിനെ ഇത്തരം രീതിയിൽ നമുക്ക് ബാത്തിലാക്കാം. ഇതിന്റെ ഭീകരമായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശക്തമായിട്ടുള്ള സിഹർ ഏത് ഇനം സിഹറാണ്. കുറേ ആളുകൾ സംശയം ചോദിക്കാറുണ്ട്. സിഹറിൻ്റെ കാറ്റഗറിയിൽ ശക്തമായിട്ടുള്ളതുണ്ടോ, അത് വീര്യം കുറഞ്ഞതുണ്ടോ, ലൈഫായിട്ടുള്ള സിഹറുണ്ടോ, ചെറിയ തടസ്സങ്ങൾക്ക് മാത്രം വെക്കുന്ന സിഹറുകളുണ്ടോ? സിഹർ പല തരത്തിലാണ്. അത് മൂർച്ചയേറിയതുണ്ട്. ഞാൻ കഴിഞ്ഞ മജ്‌ലിസിൽ നമ്മൾ പറഞ്ഞതുപോലെ മരണം വരെ സംഭവിപ്പിക്കാൻ കഴിയുന്ന സിഹറുകളുണ്ട്. അതിനെ വിശദമായി നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ചെറിയ ചെറിയ തടസ്സങ്ങൾ, അവൻക്ക് ആ ജോലി ലഭിക്കരുത് എന്ന് വെച്ചിട്ടൊരു തടസ്സം വെക്കുക, അത് സിഹറാണ്. അല്ലെങ്കിൽ അവനക്ക് അവളെ ലഭിക്കരുത്, സിഹറാണ്. ഭാര്യ ഭർത്താക്കന്മാരിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാവണം, അവർ പിണങ്ങണം, അത് സിഹറാണ്. അല്ലെങ്കിൽ ഇവനിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ, ഇവനിക്ക് എന്തെങ്കിലും അപകടങ്ങൾ, അല്ലെങ്കിൽ ഇവനിക്ക് എന്തെങ്കിലും മരണം സംഭവിക്കണം, ജീവഹാനി സംഭവിക്കണം, രോഗങ്ങൾ സംഭവിച്ച് അവനിങ്ങനെ വെന്തുരുകണം, നീറി അവൻ ഇല്ലാതെയാവണം, അത്തരം സിഹറുകളുണ്ട്. അതാണ് കഠോരമായിട്ടുള്ള സിഹർ. അതാണ് സിഹറിൽ ഏറ്റവും ശക്തമേറിയ സിഹർ. ആ സിഹർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു സാഹിർ എങ്ങനെയാണ് ഇത്തരം സിഹറുകൾ ഒരു മനുഷ്യനിക്ക് വേണ്ടി ചെയ്യുന്നത്? ഏത് തരം പിശാചിനെയാണ് ഇവർ ഇത് കൂട്ടുപിടിക്കുന്നത്? ഇത്തരം സിഹറുകളെ എങ്ങനെയാണ് നമുക്ക് തന്നെ ബാത്തിലാക്കാൻ കഴിയുക? വീട്ടിലിരുന്ന് 14 ദിവസം ഇങ്ങനെ നിങ്ങൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ രോഗിയെ ആരാണോ സിഹർ ബാധിച്ചത്, ഇത്തരം സിഹറിൻ്റെ പ്രയാസങ്ങളിൽ വലുതായി ബുദ്ധിമുട്ടുന്ന ആരാണോ, എത്ര പല സ്ഥലങ്ങളിൽ പോയി സിഹർ ബാത്തിലാവുന്നില്ല, പഴക്കണ്ട് അത് ബാത്തിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനസിക രോഗിയായി മാറിയവർ, ചികിത്സിച്ച് മടുത്തുപോയവർ, ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയാണ് ഒരു 14 ദിവസം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ആ രോഗിയെ, ആ സിഹർ ഏറ്റ ആ രോഗിയെ നിങ്ങൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ സിഹർ പാടയില്ലാതെയാകും. അത് ഇബ്താലാകും, അത് ബാത്തിലാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതാണ് ഇത്തരം സിഹറുകൾ? എങ്ങനെയാണ് ഈ സിഹർ ചെയ്യുന്നത്? ഇതിനെ എങ്ങനെയാണ് നമുക്ക് ബാത്തിലാക്കുന്നത്? ഈ 3 വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും, ബുദ്ധിമുട്ടുകളും അല്ലാഹു ഇനി തീർത്ത് നൽകണം. അല്ലാഹ് സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണം. അല്ലാഹ് മാക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണം. അല്ലാഹ് ഫത്താനീങ്ങളെ ഫിത്തനയെ തൊട്ട് കാക്കണം. അല്ലാഹ് ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണം. അല്ലാഹ് ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണം. അല്ലാഹ് എല്ലാ ചതിയന്മാരുടെ ചതി വലകളെ തൊട്ടും അല്ലാഹു ഞങ്ങൾക്ക് നീ കാവലേകണേ റബ്ബേ, നീ കാത്ത് സംരക്ഷിക്കണം. അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഏതാണ് ഇത്തരം സിഹറുകൾ? കഠോരമായിട്ടുള്ള ശക്തമേറിയ സിഹർ ഏതാണ്? ഈ സിഹർ ചെയ്യാൻ ഒരു സാഹിർ ഉപയോഗിക്കുന്നത് ഒന്നിക്കൽ കാക്കയുടെ രക്തം, അല്ലെങ്കിൽ നായയുടെ രക്തം, മനുഷ്യൻ്റെ രക്തം, കറുത്ത പൂച്ചയുടെ രക്തം. ഇതൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നും അല്ലേ? അല്ലെങ്കിൽ സ്ത്രീകളുടെ അശുദ്ധിയുള്ള സമയത്തുണ്ടാകുന്ന രക്തം. ഈ രക്തങ്ങളാണ്, ഇത്തരം രക്തങ്ങളാണ് സാഹിർ ഇത്തരം സിഹറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ സിഹർ ചെയ്ത് അവൻ ചുടലുകളിൽ, അല്ലെങ്കിൽ ശ്മശാന ഭൂമിയിൽ, അല്ലെങ്കിൽ ഖബറിടങ്ങളിൽ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കുന്നതാണ് ഇത്തരം മൂർച്ചയേറിയ സിഹർ. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആ സിഹർ ഉടനടി ഫലിക്കപ്പെടും. ഈ സിഹർ ചെയ്യുന്ന ആളാരാണ്? ഈമാനില്ലാത്ത, നീചനായ,
തമ്മാടിയായ ഒരാളായിരിക്കും ഈ സിഹർ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരാൾക്കേ സിഹർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അവൻ്റെ സിഹർ ഫലിക്കപ്പെടുകയാണ്. അപ്പം ഇത്തരം സിഹറുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് ശക്തമായിട്ട് ആർക്ക് വേണ്ടിയാണോ ഇവർ ചെയ്യുന്നത് അത് ഏൽക്കുക തന്നെ ചെയ്യും. അത് ഏൽക്കുക തന്നെ ചെയ്യും. അവനക്ക് ഇത്തരം സിഹറിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇത്തരം വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലും അവൻ്റെ ജീവിതം മുന്നോട്ട് പോകും. ഇതാണ് ശക്തമായിട്ടുള്ള സിഹർ. ഇങ്ങനെ സിഹർ ചെയ്താൽ അപകടങ്ങൾ, മാറാത്ത രോഗങ്ങൾ, വലിയ വലിയ പ്രതിസന്ധികൾ, വലിയ വലിയ പ്രയാസങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകും. ചെറിയ തടസ്സങ്ങൾ മാത്രമല്ല ജീവഹാനി വരെ സംഭവിക്കാം. അത്ര വരെ പറയാം. അതുകൊണ്ട് സിഹർ എന്നുള്ളത് അത് കഠോരമാണ്. അൽ സിഹ്റു ഹഖുൻ, അത് സിഹർ എന്നുള്ളത് സത്യമാണ്. അൽ ഐനു ഹഖുൻ, കണ്ണേറും സത്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ വന്നു അല്ലേ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം സമുദായം അംഗീകരിക്കുന്നത് സ്വഹീഹുൽ മുസ്ലിമിലും സ്വഹീഹുൽ ബുഖാരിയിലുമാണ് അല്ലേ? ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുത്തുനബിക്ക് ലദീദ് ഇബ്നു ഹസൻ എന്ന് പറയുന്ന ഒരു മുനാഫിക്കായിട്ടുള്ള വ്യക്തി സിഹർ ചെയ്ത സംഭവം. ബിറുദർവാൻ എന്ന കിണറ്റിലാണ് ഈ സിഹർ ചെയ്ത വസ്തുക്കൾ ഉപേക്ഷിച്ചത്. അവിടേക്കാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തും കടന്നു വന്നപ്പോൾ മൈലാഞ്ച് വർണ്ണങ്ങളെപ്പോലെയാണ് അവിടുത്തെ ആ കിണറ്റിലെ വെള്ളം അലി തങ്ങൾ കണ്ടത്. ബനൂ സുറൈം ഗോത്രക്കാരുടെ ഈത്തപ്പനത്തോട്ടം ഉണങ്ങിക്കിടക്കുന്നതായിട്ടാണ് അലി തങ്ങൾ ആദ്യമായിട്ട് അവിടേക്ക് പോയപ്പോൾ കണ്ടത്. പിന്നീട് മുത്തുനബിക്കൊരു കൗതുകം തോന്നുകയും എനിക്ക് വേണ്ടി ചെയ്തു വെച്ച സിഹറിനെ എനിക്കൊന്ന് കാണണം എന്നുള്ളൊരു കൗതുകത്തോടെയാണ് അവിടത്തേക്ക് ചെന്നത്. എന്താണ് മുത്തുനബിക്ക് ഇത്തരം സിഹർ ഏൽക്കാനുള്ള കാരണം? അതൊരു പാഠമാണ്. സിഹർ ഉണ്ട് എന്നും അത് സത്യമാണ് എന്നും അള്ളാഹു നമുക്ക് കാണിച്ചു തന്നതാണ്. അതല്ലേ 2 സൂറത്തുകൾ ഇറങ്ങിയത്, മുഅവ്വിദത്തൈൻ, 2 സൂറത്തുകൾ. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയെ മന്ത്രിച്ചത്. അപ്പൊ ഇത്തരം കഠോരമായിട്ടുള്ള സിഹർ ഏറ്റുകഴിഞ്ഞാൽ സിഹർ ഏറ്റൊരാളെ നമുക്ക് മന്ത്രിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. സിഹർ ഏറ്റൊരാളെ, ആ രോഗി ആരാണോ അദ്ദേഹത്തോട് വുളു എടുത്തിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ പറയാം. ഇരുത്തിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിലെ 7 മുബീൻ അല്ലേ? ഓരോ മുബീൻ എത്തുന്ന സമയത്ത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ തലയിൽ ഷ്ഫി എന്ന് മന്ത്രിക്കണം. ബിസ്മില്ലാഹി യബ്തുലു കുല്ലു സിഹ്രിൻ മഅകൂലിൻ, ബിസ്മില്ലാഹി യബ്തുലു കുല്ലു സിഹ്രിൻ മശ്റൂബിൻ, ബിസ്മില്ലാഹി യബ്തുലു കുല്ലു സിഹ്രിൻ മഅഖൂദിൻ, ബിസ്മില്ലാഹി യബ്തുലു കുല്ലു സിഹ്രിൻ മർശൂഷിൻ, ബിസ്മില്ലാഹി യബ്തുലു കുല്ലു സിഹ്രിൻ മദ്ഫൂനിൻ, ബിസ്മില്ലാഹി യബ്തുലു കുല്ലു സിഹ്രിൻ മഹ്റൂസിൻ, اللهم أبطل كل سحر مدفون في القبر، اللهم أبطل كل سحر في قبر، اللهم أبطل كل سحر في ميت في قبر، اللهم أبطل كل سحر في أتر أو نجور، اللهم أبطل كل سحر مكتوب بدمي، اللهم أبطل كل سحر بنجس، اللهم أبطل كل سحر يفرق بين الزوج والزوجة. ഈ ഒരു കാര്യം ഓരോ മുബീനിലും ഇത് ചൊല്ലി ആരാണോ രോഗി അവനെ ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. പിന്നെ അടുത്ത മുബീൻ അതുപോലെ പിന്നെ ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യാസീൻ പരിപൂർണമായിട്ട് ഓതിയിട്ട് ഇത് നിർബന്ധമായിട്ട് ഈ പറയുന്ന ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് ഓതി തലയിൽ മന്ത്രിക്കുക, രോഗിയെ മന്ത്രിക്കുക. ഇങ്ങനെ 14 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്ര ശക്തമായ സിഹ്റാണെങ്കിലും
ഇത്തരം കഠോരമായിട്ട് ശ്മശാന ഭൂമിയിൽ, ചുടലകളിൽ, അല്ലെങ്കിൽ ഖബർസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വെച്ച സിഹറാണെങ്കിലും അത് ബാത്തിലാകും. ഏത് രക്തങ്ങളിൽ ചെയ്ത സിഹറാണെങ്കിലും അത് ബാത്തിലാകും. ഖാദിമിനെ വിട്ട് ചെയ്ത സിഹറാണെങ്കിലും സിഹർ ബാത്തിലാകും. അതായത് ഈ സിഹറിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരു പിശാചാണ്, ഒരു ശൈത്താനാണ്. ആ ശൈത്താനെ വിട്ട് ചെയ്ത സിഹറാണെങ്കിലും അത് ബാത്തിലാകും, ഇബ്താലാകുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിരുന്ന അത്ഭുതകരമായിട്ടുള്ള അമൽ. ഇത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. പഴക്കമേറിയ സിഹറാണെങ്കിലും അത് ബാത്തിലാകും, അത് ബാത്തിലാകും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്യേണ്ട സമയം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ. ആരാണോ സിഹറേറ്റത് അവരെ മന്ത്രിക്കുക. രോഗി തന്നെയാണ്, ആരും മന്ത്രിച്ചു തരാനില്ല. അവനാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കിബലയുടെ തിരിഞ്ഞിരുന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ ഓതിയിട്ട് ഓരോ മുബീനെത്തുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചൊല്ലി കയ്യിൽ മന്ത്രിച്ച് തല ആസകനം തടവുക. പിന്നെ അടുത്ത മുബീൻ, അങ്ങനെ 14 ദിവസം തുടർച്ചയായി ചെയ്യുക. ഒരാൾ ചെയ്യാനുണ്ടാകുന്നതാണ് ഏറ്റവും ഉത്തമം, മന്ത്രിച്ചു തരാൻ ഒരാൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും ഉത്തമം. ഇൻഷാ അല്ലാഹ് വുളൂഓടുകൂടി, ഈ വുളൂ ചെയ്യാൻ വിസമ്മതിക്കുന്ന സിഹർ ഏറ്റൊരാൾ രോഗിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവനെ ഇരുത്തി നിർബന്ധപൂർവം ഇൻഷാ അല്ലാഹ് ചെയ്യിപ്പിക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത്തരം സിഹറുകളെ തൊട്ട്, ഇത്തരം കഠോരമായിട്ടുള്ള സിഹറെ തൊട്ട് അള്ളാഹു ഞങ്ങളെ നീ കാക്കണം. അല്ലാഹ് നീ കാത്ത് സംരക്ഷിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. നമ്മളെപ്പോയി മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ 5:45 നമ്മളെ സയ്യിദിയ മജ്‌ലിസ് ഈ ഒരു ചാനലിൽ തന്നെയാണ്. എല്ലാവരും പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് സിഹർ ഏറ്റ ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള ദുആ ഉണ്ടാവും, ദിക്ർ ഉണ്ടാവും. ആ മജ്‌ലിസിൽ പങ്കെടുത്താൽ തന്നെ അവരെ പ്രയാസങ്ങൾ മാറും, അവരെ ബുദ്ധിമുട്ടുകൾ മാറും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.